മന്ത്രി എം ബി രാജേഷാണ് മറുപടി നൽകുന്നത്. നോട്ടീസ് പോലും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഈ സഭയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ ഇപ്പോ വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം ഈ നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അവർക്ക് ഇത് ഉന്നയിക്കണമെങ്കിൽ സബ്മിഷനിൽ ഉന്നയിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല സർ, സർക്കാരിന് വിരോധമില്ല. അപ്പോ നേരത്തെ ഈ വിഷയം ഉണ്ടായിട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളതാണെന്ന് തോന്നിയിരുന്നെങ്കിൽ 22 നോട്ടീസ് കൊടുക്കായിരുന്നല്ലോ. ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും അന്ന് തയ്യാറാവാതിരുന്ന ആളുകൾ ഇപ്പൊ ദാരിദ്ര്യം കൊണ്ടാണ് സർ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇവർ പറയുമ്പോ എല്ലാം പറയണല്ലോ സർ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചീറ്റിംഗ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ശിക്ഷാളവ് കൊടുത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെന്നറിയാം ഈ വിഷയം ചർച്ചയ്ക്ക് നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് വരുത്തുകയാണ്. അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. യെസ്, ശ്രദ്ധ ക്ഷണിക്കൽ. യെസ്, ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷങ്ങൾക്ക് തന്നെ അറിയാം ഈ വിഷയം ഫ്ലോറിൽ വരില്ല. അതുകൊണ്ടാണല്ലോ പ്രിന്റഡ് പ്ലക്കാർഡ്. എങ്ങനെയാണ് പ്രിന്റഡ് പ്ലക്കാർഡ്? ഇവിടെ വല്ല മെഷീനറി ഉണ്ടോ? ഇവിടെ ഒരു മെഷീനറി ഇല്ലല്ലോ. നോക്കൂ, നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നോക്കൂ. നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ അതിൽ വരികൾ മാറ്റാവൂ. നോക്കൂ, ബഹുമാനപ്പെട്ട LOP നോക്കൂ. നിങ്ങൾ നോക്കൂ എന്താണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ. തന്നെ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ട, ചെയ്യാൻ ആഗ്രഹമില്ല. പകരം ഒരു സഭക്കകത്ത് റൊക്കസ് ഉണ്ടാക്കുന്നത്. യെസ്, ഓർഡർ. ശ്രീ K. ബാബു നെന്മാറ, ശ്രദ്ധ ക്ഷണിക്കൽ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടില്ല എന്ന വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വളരെ നേരത്തെ പ്രിന്റ് ചെയ്തിട്ടുള്ള പ്ലക്കാർഡുമായി ഈ സഭയെ നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന രൂപത്തിലേക്ക് വന്ന് ഇവിടെ ബഹളം സൃഷ്ടിക്കുന്നത്. സാർ, ഇത് നിരന്തരമാണ് സാർ. ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല സാർ. അതിന് പകരം നിരന്തരം ബഹളമുണ്ടാക്കുകയാണ് സാർ. അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് സാർ. എന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പറയാം. അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിൽ അതിദാരിദ്ര്യമാണ് സാർ. അതുകൂടെ പരിഹരിക്കപ്പെടുകയാണ്. 17 അടിയന്തര പ്രമേയമാണ് ഈ സഭയ്ക്കകത്ത് ചർച്ച ചെയ്തത്. അതെല്ലാവർക്കും അറിയാം സാർ. എന്റെ വിഷയം ഇതാണ്. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ്, ലേ ഔട്ട് അപ്രൂവലിനുമുള്ള സ്ക്രൂട്ടിനി ഫീസ് എന്നിവയുടെ നിരക്ക് 10/4/2023 മുതൽ പ്രാബല്യത്തിൽ വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. സാർ, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ഫീസാണെങ്കിലും സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ വരുമാനം പോലും ലഭ്യമായിരുന്നില്ല അത്തരത്തിൽ ഫീസ് വർധനവിലൂടെ. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ വർദ്ധിപ്പിച്ച ഫീസ് തങ്ങൾ വാങ്ങില്ലെന്ന് തീരുമാനിച്ചും ഇരുന്നു. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കെട്ടിട നിർമ്മാണ ഉടമകളിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാതെ പ്രതിപക്ഷം ഇറങ്ങി ഓടിയത് പ്രതിപക്ഷത്തിന്റെ മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടാണ്. അടിയന്തര പ്രമേയം BJPയെ സഹായിക്കാനാണ് എന്നൊക്കെയാണ് മന്ത്രി MB രാജേഷിന്റെ ആരോപണം. ചർച്ച ചെയ്യാൻ യോഗ്യമായ വിഷയമല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മുൻകൂട്ടി തയ്യാറാക്കിയ ഫ്ലക്സും പ്ലക്കാർഡും എന്ന് സ്പീക്കർ അടക്കം പറയുകയും ചെയ്തു. ഇത് ശരിയായ രീതിയല്ല, ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുകൂടി സ്പീക്കർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഭയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് സ്പീക്കർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, പ്രതിഷേധം കരക്കുകയാണ് അല്ലേ? ബഹിഷ്കരണത്തിലേക്കാണോ അതോ സഭ ഇന്ന് തല്ലിപ്പിരിയുമോ എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും സഭ ഇപ്പോഴും പ്രക്ഷുബ്ധമാണ്. നിയമസഭയ്ക്കകത്ത് ഇന്നിപ്പോൾ ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടനെ ശൂന്യവേളയിലാണ് പ്രതിപക്ഷം ഇന്നിപ്പോൾ സർക്കാരിനെ രാഷ്ട്രീയമായി കുരുക്കാൻ വേണ്ടി ഈ വിഷയം കൊണ്ടുവന്നത്. അത് പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയം സഭയിൽ ചർച്ചയാക്കാൻ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയപ്പോൾ അത് പര്യാപ്തമല്ലെന്നായിരുന്നു സ്പീക്കർ. ഇത് റൂൾ 50 പ്രകാരം ചർച്ച ചെയ്യാൻ പര്യാപ്തമല്ല, അതുകൊണ്ട് നോട്ടീസിൽ അന്ന് അനുമതി നിഷേധിച്ചു. അതുകൊണ്ട് ഇന്നിപ്പോൾ പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത്
പയ്യന്നൂരിലെ ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് അവിടെ വെളിപ്പെടുത്തൽ നടത്തിയ കുഞ്ഞികൃഷ്ണനെതിരെ പ്രതിഷേധിച്ച CPM-ന്റെ പ്രതിഷേധ മാർച്ചിൽ അവിടെ പരോളിലിറങ്ങിയ കൗൺസിലറായ CPM നേതാവ് VK നിഷാദ് പങ്കെടുത്തു. അത് 20 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട VK നിഷാദിന് ഈ പരോൾ ലഭിച്ചത് ചട്ടവിരുദ്ധമായാണ്. അപ്പോൾ പരോളിലെ ചട്ടവിരുദ്ധ നടപടികൾ അത് ഈ വിഷയമാണ് ഇന്നിപ്പോൾ സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നത്. അത് KK രമയാണ് ഇന്നിപ്പോൾ ഈ നോട്ടീസ് നൽകിയത്. പക്ഷേ ഈ വിഷയവും അടിയന്തര പ്രമേയത്തിന് യോഗ്യമായ വിഷയമല്ല, പര്യാപ്തമായ വിഷയമല്ല എന്ന് ഈ നോട്ടീസ് പരിഗണിച്ച അവസരത്തിൽ തന്നെ സ്പീക്കർ നിലപാട് അറിയിച്ചു. വേണമെങ്കിൽ അംഗത്തിന് ഇത് സബ്മിഷനായി ഉന്നയിക്കാം. അതായത് പ്രതിപക്ഷം ഇന്നിപ്പോൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും നോട്ടീസ് അനുവദിച്ചു കഴിഞ്ഞാൽ KK രമ ആദ്യം സംസാരിക്കും, പ്രതിപക്ഷ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും, പ്രതിപക്ഷ സംസാരിക്കും. അപ്പോഴെല്ലാം ഈ മൂലകാരണമായ വിഷയം പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം വരും. പരോള് CPM നേതാക്കൾക്ക് അല്ലെങ്കിൽ CPM ബന്ധമുള്ള തടവുകാർക്ക് പരോൾ ലഭിക്കുന്നു എന്ന വിഷയം വരും. ഒപ്പം തന്നെ KK രമ ആ വിഷയം ഉന്നയിക്കുമ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകുന്ന അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ CPM-നെതിരെ വലിയ ആയുധമാകും. അതുകൊണ്ട് തന്നെ ഈ നോട്ടീസ് പരിഗണിച്ച അവസരത്തിൽ തന്നെ ഈ നോട്ടീസ് പര്യാപ്തമല്ല, റൂൾ 50 പ്രകാരം ചർച്ച ചെയ്യാൻ എന്ന് സ്പീക്കർ AN ഷംസീർ നിലപാട് വ്യക്തമാക്കി. പിന്നാലെ പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനം നടത്തി. സർക്കാരിന് സൗകര്യമല്ലാത്ത വിഷയങ്ങൾ എടുക്കുന്നില്ല എന്ന വിമർശനം അത് സ്പീക്കർക്ക് ഉള്ളതാണ്. അതായത് സ്പീക്കർ സർക്കാരിന്റെ മനസ്സറിഞ്ഞ് സർക്കാരിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നു അടിയന്തര പ്രമേയ നോട്ടീസിൽ എന്ന വിഷയമാണ്. എന്തായാലും ഇതിന്റെ പേരിൽ പിന്നെ ഇതിലിടപെട്ട് സംസാരിച്ച മന്ത്രി MP രാജേഷ് ആകട്ടെ പ്രതിപക്ഷം ഈ നിലപാട് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവന്നത് തന്നെ കേന്ദ്ര ബജറ്റിൽ അവഗണന, കേന്ദ്ര ബജറ്റിലെ കേരളത്തിനോടുള്ള അവഗണന അങ്ങനെ അവസരം നിൽക്കെ BJP-യെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും വലിയ വിമർശനം രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായി. അത് ഒരു സ്പീക്കർ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഈ പ്ലക്കാർഡുമായി ഇന്നിപ്പോൾ പ്രതിപക്ഷം വന്നത് അത് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വിഷയം ഉയർത്തി പ്ലക്കാർഡുമായി പ്രതിപക്ഷം വന്നത് തന്നെ ഈ വിഷയം ഇന്നിപ്പോൾ സഭയിൽ ഉന്നയിക്കുമ്പോൾ അത് റൂൾ 50 പ്രകാരം ചർച്ച ചെയ്യാൻ പര്യാപ്തമായ വിഷയമല്ല, ചർച്ച നടക്കില്ല എന്ന് ഉറപ്പുള്ള വിഷയമാണ് എന്ന് പ്രതിപക്ഷത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷം മുൻകൂട്ടി തയ്യാറാക്കിയ ഈ ഫ്ലക്സുമായും പ്ലക്കാർഡുകളുമായും വന്നത് എന്ന വിമർശനമാണ് സ്പീക്കർ ഉന്നയിച്ചത്. മന്ത്രി MP രാജേഷും ഇതേ വിമർശനം ആവർത്തിച്ചു. മാത്രമല്ല ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നു, എന്നിട്ട് പോലും പ്രതിപക്ഷം ആ ചർച്ചയിൽ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. തുടരുകയാണ്. പ്ലക്കാർഡും ബാനറും ഒക്കെ ഉയർത്തിയുള്ള പ്രതിഷേധമാണ്. പരോൾ പ്രതികളുടെ ചട്ടലംഘനം, പയ്യന്നൂർ വിഷയം എന്നിവയ്ക്ക് ചർച്ച ചെയ്യണമെന്ന നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം ഈ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി പ്രതിപക്ഷം സഭ വിട്ട് പുറത്തിറങ്ങുമോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പ്രതിഷേധം അവിടെ തുടരുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ